ജനവാസമില്ലാത്ത കാവുകളിൽ, ജനസാന്നിധ്യമില്ലാത്ത കാവുകളിൽ അധിവസിക്കുന്ന അജ്ഞാത യോഗികൾ ഈ കിഴക്കൻ മലനിരകളോട് ചേർന്നുള്ള വനപ്രദേശങ്ങൾ ആരംഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ജനവാസ മേഖല തീരുകയും കാട് തുടങ്ങുകയും ചെയ്യുന്ന ഒരു അതിർമേഖലയുണ്ട്. അങ്ങനെയുള്ള അതിർമേഖലയോട് ഏറ്റവും അടുത്ത് പഴയ കുടുംബങ്ങൾ പലതും ഉണ്ടായിരുന്നു. അതിപ്രാചീനമായ പല കുടുംബങ്ങളും അങ്ങനെയുള്ള വനമേഖലയ്ക്ക് തൊട്ടടുത്ത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രാചീന കുടുംബങ്ങൾ പലതും അവരുടെ കാവുകളിൽ നാഗദേവതമാരെയും പരാശക്തിയെയും ഗന്ധർവ യക്ഷി മൂർത്തികളെയുമൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന അതിപ്രാചീനമായ ഒരു കാലഘട്ടം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം മനുഷ്യൻ കാർഷിക വൃത്തി, കൃഷി ചെയ്യുന്ന പ്രവർത്തനം പ്രധാനപ്പെട്ട തൊഴിലായി കൊണ്ട് നടന്നിരുന്ന ഒരു കാലത്താണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. കൃഷിയെ പ്രധാന തൊഴിലായിട്ട് കണക്കാക്കുകയും ഓരോ വ്യക്തികളും അവരവരുടെ കുടുംബത്തോടൊപ്പം ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ച് കൃഷി അടിസ്ഥാനമാക്കി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന കാലഘട്ടമാണത്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് അച്ഛനമ്മമാരുണ്ടാവും. അച്ഛൻ്റെ അമ്മയുടെയോ സഹോദരങ്ങൾ ചിലപ്പോൾ കൂടെ കാണും. പിന്നെ അയാളുടെ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും. സാമാന്യം വലിയ ഒരു കുടുംബം അവിടെ താമസമുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി നെൽകൃഷിയായാലും മലയോര കൃഷി മറ്റ് വിഭവങ്ങളായാലും സമഗ്രമായി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും മറ്റ് പച്ചക്കറി വിഭവങ്ങൾ അവനവൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ബാക്കിയുള്ളവ കച്ചവടം ചെയ്യുകയും അങ്ങനെ ഒരു പ്രത്യേക സംവിധാനത്തിൽ ആണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടുംബങ്ങൾ പോയിരുന്നത്. കന്നുകാലി വളർത്തലും എല്ലാം ആ കൂട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് കാവുകളിലെ വെച്ചാരാധന ഏറ്റവും ഫലപ്രദമായും ശക്തമായും നടന്നു പോന്നിരുന്നു. അതിനൊരു കാരണവും കൂടിയുണ്ട്. വിഭവ സമൃദ്ധി ഉണ്ടാകുന്നതിനും കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും ഏറ്റവും കഴിവും കാര്യപ്രാപ്തിയും ആരോഗ്യവുമുള്ള സന്തതി പരമ്പരകൾ വർദ്ധിച്ചു വരുന്നതിനും ഈതിബാധകളുടെ ശമനത്തിനുമായിട്ടാണ് കാവുകളിൽ പരാശക്തിയെ ആരാധിച്ചു പോന്നിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? കുടുംബങ്ങളുടെ സംരക്ഷണം, വലിയ കുടുംബങ്ങളാണ് അവരുടെ സംരക്ഷണം. സന്തതി പരമ്പരകൾ പുരോഗതി പ്രാപിച്ച് വർദ്ധിച്ചു വരണം. നല്ല സന്തതി പരമ്പര ഉണ്ടായി വരണം. പിന്നെ മറ്റൊന്ന് ഈതിബാധകളുടെ ശമനം. കൃഷിയും കാലിവളർത്തലും ഒക്കെ പ്രധാന തൊഴിലായിട്ട് വരുന്ന ഒരു കുടുംബത്തിന്, അങ്ങനെ കുടുംബങ്ങൾ ധാരാളമുള്ള ഒരു ദേശത്ത് വിഭവ സമൃദ്ധി ഉണ്ടാകണം. ധാന്യങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ച് ഉണ്ടായി വരണം. അതോടൊപ്പം അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രോഗബാധകൾ കൃഷിക്കോ മനുഷ്യനോ ഉണ്ടാകരുത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ മനുഷ്യനത് അപകടമാണ്. അതേ സംഗതി കൃഷിക്ക് ബാധിച്ചാലും ആപത്താണ്. അപ്പോൾ എന്താണ്? ഈതിബാധകൾ കുടുംബങ്ങൾക്കും വിഭവങ്ങൾക്കുമൊന്നും ഇങ്ങനെയുള്ള വ്യാധികൾ പിടിപെട്ട് ദുരിതങ്ങളും നാശങ്ങളും ഉണ്ടാകാതിരിക്കുക എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ് കാവുകളിൽ പരാശക്തി സ്വരൂപിണിയായിരുന്ന ഭഗവതിയെ ആരാധിച്ച് തുടങ്ങിയിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ ഒരു ആശയമാണ്. അങ്ങനെയുള്ള
കാവുകൾ കാലാന്തരത്തിൽ മനുഷ്യൻ്റെ ജീവിതശൈലി മാറി, മനുഷ്യൻ്റെ ജീവിത അവസ്ഥകൾ മാറി, കാടിനോട് ചേർന്നുള്ള കുടുംബങ്ങളിൽ നിന്ന് തൊഴിലന്വേഷിച്ച് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ അന്യസംസ്ഥാനങ്ങളിലും ദൂരദേശങ്ങളിലുമൊക്കെ പോകുന്ന സ്ഥിതി വന്നപ്പോൾ വലിയ ജനവാസ മേഖലകളിൽ നിന്നകന്ന വനാതിർത്തികളിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ തന്നെ ആളുകളില്ലാതായി, കാവുകൾ ഏറെക്കുറെ വിജനമായി. അങ്ങനെയുള്ള കാവുകളിൽ അസാധാരണമായ തപസ്സും ആത്മീയ അനുഷ്ഠാനങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ചില യോഗികൾ ഉണ്ടായി വന്നതായിട്ട് പിൽക്കാലത്ത് പലരും അനുഭവങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട കാവുകളിൽ, ജനവാസത്തിൽ നിന്നും പൂർണ്ണമായിട്ടകന്ന് പരിപൂർണമായ ഏകാന്തതയിൽ അകപ്പെട്ട കാവുകളിൽ പിൽക്കാലത്ത് അസാധാരണമായ സാധനകൾ അനുഷ്ഠിക്കുന്ന അപൂർവ യോഗികൾ കുടിയേറിയതായിട്ട് പറയുന്നുണ്ട്. ഇന്നും അത്യന്തം വിജനമായ മേഖലയിൽ, പൂർണ്ണമായിട്ടും ജനമേഖലയിൽ നിന്നും വളരെ അകലെ ഘോരവനം പോലെ കാണപ്പെടുന്ന പല കാവുകളിലും അസാധാരണമായ യോഗി സാന്നിധ്യമുള്ളതായിട്ട് പലരും പറയാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇതിനൊന്നും നേരിട്ട് കാണുകയോ മറ്റേതെങ്കിലും നേരിലുള്ള തെളിവുകൾ ആർക്കെങ്കിലും കിട്ടുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വിശ്വാസധാര പഴയ ആൾക്കാരുടെ ഇടയിലും ഇന്ന് ചിലരുടെ ഇടയിലുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന വിശദീകരണം പറഞ്ഞതാണ്.